സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റേച്ചിൽ കുറ്റിപ്പുറം ROB റെയിൽവേ ട്രാക്കിന് മുകളിൽ ബൗസ്ട്രിംഗ് എടുത്തു വെക്കുന്ന പണികൾ വിജയകരമായിട്ട് പൂർത്തിയായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ ഈ രണ്ട് റീച്ചിലായിട്ട് കൂരിയാട് പാടത്തും അതേപോലെ കുറ്റിപ്പുറം ROB ആ ഒരു ഭാഗത്തും മാത്രമായിരുന്നു പണികൾ ബാക്കിയുണ്ടായിരുന്നത്. കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം 2 അറ്റംപ്റ്റ് ഫെയിൽഡ് ആയതാണ്. മൂന്നാമത്തെ അറ്റംപ്റ്റിൽ റെയിൽവേയും NHI ആൻഡ് KNR വാൾസ് ആൻഡ് ബ്രിഡ്ജസ് എല്ലാവരും ചേർന്നിട്ട് കൂട്ടായിട്ടുള്ള ശ്രമത്തിനിടയിൽ നമ്മുടെ ROB ബൗസ്ട്രിംഗ് സ്റ്റീൽ ബൗസ്ട്രിംഗ് നോസ് ലോഞ്ചിങ് വിജയകരമായിട്ട് പൂർത്തിയായിട്ടുണ്ട്. 2 സ്ഥലത്തെ ബ്ലോക്ക് വഹിച്ചാൽ മലപ്പുറം ജില്ലയിലൂടെ ദേശീയപാത പുതിയ 6 വരി പാതയിലൂടെ ആളുകൾ ഇപ്പോൾ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഉടനെ തന്നെ ടോൾ പിരിവ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈ ഒരു കോഴിക്കോട് ബൈപ്പാസും കുമ്പള ഭാഗത്തുള്ള ടോൾ പിരിവ് തുടങ്ങുമ്പോൾ മലപ്പുറം ജില്ലയിലും ടോൾ പിരിവ് തുടങ്ങുമെന്നാണ് ഞാനടക്കം പല ആളുകളും പറഞ്ഞിരുന്നത്. പക്ഷേ മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറ ഭാഗത്തെ ടോൾ പിരിവ് ഉടനെ ഉണ്ടായിരിക്കുന്നതല്ല. ഏതായാലും ഒരു 4-5 മാസം കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിലും അതേപോലെ കാസർഗോഡ് ജില്ലയിലെ ഊരാളുങ്കലിലെ റേച്ചിൽ കുമ്പളയിലുള്ള താൽക്കാലിക ടോൾ പ്ലാസയിലുമായിരിക്കും ഉടനെ ടോൾ പിരിവ് ആരംഭിക്കുക. അങ്ങനെ കുറ്റിപ്പുറം ROBയിലെ സ്റ്റീൽ ബൗസ്ട്രിംഗ് നോസ് ലോഞ്ചിങ് ഒരുപാട് ആളുകൾ കഴിഞ്ഞ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രോ ഫുൾ കഴിഞ്ഞതിന് ശേഷമുള്ള ഡ്രോൺ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. സുഹൃത്തുക്കളെ 30 മണിക്കൂർ കൊണ്ട് തീർന്നു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ 30 മണിക്കൂറല്ല, 50 മണിക്കൂറിലേറെ സമയമെടുത്തു ഈ ഒരു സംഭവം ഫുള്ളായിട്ട് ആ ഒരു പിയർ ക്യാപ്പിൻ്റെ മുകളിലേക്ക് എത്താൻ. 30 മണിക്കൂറിന് ശേഷം നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായിട്ടും ആ ഒരു പിയർ ക്യാപ്പിൻ്റെ മുകളിൽ ഈ ഒരു നോസ് എത്താൻ 50 മണിക്കൂറിലേറെ സമയമെടുത്തു. അതിൻ്റെ സന്തോഷത്തിൽ NHIയുടെ ഉദ്യോഗസ്ഥരും KNR അതേപോലെ വാൾസ് ആൻഡ് ബ്രിഡ്ജസ് റെയിൽവേയുടെ ഉദ്യോഗസ്ഥരൊക്കെ ചേർന്നിട്ട് കേക്ക് കട്ടിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സംഭവം ഏതായാലും ആഘോഷമാക്കിയിട്ടുണ്ട്. ആദ്യത്തെ 2 അറ്റംപ്റ്റും ഫെയിൽഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ആഘോഷം. ഈ ഒരു മൂന്നാമത്തെ അറ്റംപ്റ്റിൽ ഇതിൽ നിന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിൽ നിന്നൊരു പിറകോട്ടില്ല എന്നുള്ളൊരു രീതിയിൽ ആ പണിക്കാരും സാധാരണ തൊഴിലാളികളും എൻജിനീയേഴ്സും ഒഫീഷ്യൽസൊക്കെ ആ ഒരു ആത്മാർത്ഥതയോടെ ആ ഉറക്കം വെച്ചിട്ടൊക്കെയാണ് ഇതിൻ്റെ പണികൾ നോക്കി നടത്തിയിട്ടുള്ളത്. ആ കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാൻ സാധിക്കും. നമ്മളും അതേപോലെ 4 മണി 5 മണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നില്ല. അപ്പോൾ അവരും അതേപോലെ രാവിലെ 8 മണിക്ക് ജോലിക്ക് വന്നാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇവർ പണികൾ നടത്തി 30 മണിക്കൂർ കൊണ്ട് ഏകദേശം ഈ ഒരു റെയിൽവേ ട്രാക്കിന് മുകളിൽ നിന്നുള്ള സൈഡിൽ നിന്ന് ഫുള്ളായിട്ട് തീർന്നു. 50 മണിക്കൂറായപ്പോൾ ഇതിന് പിയർ ക്യാപ്പിൻ്റെ മുകളിലെത്തി. പക്ഷെ അതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല കേട്ടോ. ഇനി 15 ദിവസത്തോളം സമയം വേണം അതിൻ്റെ വീല് അതേപോലെ ആ ഒരു റെയിലൊക്കെ പാളങ്ങളൊക്കെ ഒഴിവാക്കാൻ. ഏകദേശം 15 ദിവസത്തോളം സമയം ഇനിയും വേണം. അപ്പോൾ ഈ ഒരു കുറ്റിപ്പുറം ROBയുടെ ഈ ഒരു ഭാഗത്തെ പണികൾ പൂർണ്ണമായിട്ടും കഴിയണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 മാസത്തിലധികം സമയമെടുക്കും. ഇതേപോലെ ഇടപ്പള്ളി അതേപോലെ വടകര ഭാഗത്തൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു നോസ് ലോഞ്ചിങ് ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ടുള്ള നോസ് ലോഞ്ചിങ് എല്ലാം അവിടെ എന്ന് തോന്നുന്നു. ഏതായാലും ഇവരോട് ചോദിച്ചപ്പം അത് ഈ ഒരു മെത്തേഡല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും ഒഫീഷ്യൽസും അതേപോലെ തൊഴിലാളികൾ നമ്മളും നമ്മളെ ആൾക്കാരും സബ്സ്ക്രൈബേഴ്സൊക്കെ എല്ലാം ഹാപ്പിയാണ് ഈ ഒരു സംഭവം. കാരണം കുറേ ആയല്ലോ ഇത് വെക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് വെക്കും, നാളെ വെക്കും, മറ്റന്നാൾ വെക്കും, പുലി വരുന്നേ പറഞ്ഞ മാതിരി കുറേ അതിങ്ങനെ ആൾക്കാർ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആദ്യ ദിവസം റെഡ് അലർട്ടായിട്ട് അത് മാറ്റി വെച്ചു. കാരണം വെൽഡിങ് പണികളും ഗ്രൈൻഡിങ് പണികളൊന്നും അന്ന് നടക്കില്ലല്ലോ. ഏതായാലും ആദ്യത്തെ ദിവസം അതായത് നമ്മൾ 30 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം NHIയുടെ ആളുകൾ വന്ന് കേക്ക് കട്ട് ചെയ്തു. ഇപ്പോൾ റെയിൽവേയുടെയും അതേപോലെ ഈ ഒരു വാൾസ് ആൻഡ് ബ്രിഡ്ജസ് കമ്പനി ഉണ്ടല്ലോ, ആദ്യം KNR കമ്പനിയുടെ വക കേക്ക് കട്ടിങ്, ഇത് വാൾസ് ആൻഡ് ബ്രിഡ്ജസ് അതായത് ഈ ഒരു ക്രെയിൻ ഈ ഒരു ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു സംഭവം നീക്കി വെച്ചല്ലോ, ആ ഒരു ഇത് അവരുടെ കീഴിലാണ് ഇത് നടന്നിട്ടുള്ളത്. അവരാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരുന്നത്. ഏതായാലും NHIക്ക് ഒരു മുതൽക്കൂട്ടാണ് ഈ ഒരു സംഭവം. എന്തായാലും താമസിയാതെ NHI നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒഫീഷ്യൽ പേജിലൊക്കെ ഈ ഒരു സംഭവം വരുന്നതായിരിക്കും. എക്സിലൊക്കെ ഇനി വന്നുകൂടോ എന്നൊക്കെ അറിയില്ല കേട്ടോ. എക്സ് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കലില്ലല്ലോ. ഏതായാലും കുറ്റിപ്പുറം ചരിത്രത്തിൽ ഇടം പിടിച്ചു. 830 ടൺ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആ സൈഡിലുള്ളതും മറ്റേതൊക്കെ വെച്ച് 830. പിന്നെ ആദ്യത്തെ ആ നോസും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓരോ വീലന്നെ 2-3 ടൺ ഭാരമുള്ള വീലുകൾ വരെ ഉണ്ട്. ഏതായാലും കുറ്റിപ്പുറത്തുള്ള ഒരു പരിപാടി വിജയകരമായിട്ട് പൂർത്തിയായി. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂരിയാട് ഈ ഒരു പാടത്തുള്ള വയഡക്റ്റിൻ്റെ പണി കൂടി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ 1ാമത്തെ റീച്ചിലെയും 2ാമത്തെ റീച്ചിലെയും ബുദ്ധിമുട്ടുള്ള ഭാഗത്ത്, അതായത് ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെ പണികളെല്ലാം തീർന്നു. ഇപ്പോൾ ഇതിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഗതാഗത കുരുക്കിൽ പെട്ട് കിടക്കുന്ന 2 സ്ഥലങ്ങളാണ് കൂരിയാടും ഈ ഒരു കുറ്റിപ്പുറം. കാരണം കുറ്റിപ്പുറം ഇങ്ങനെ ആ മൂടാല് ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ അടിച്ച് മിന്നി വന്നിട്ട് പിന്നെ ഈ ഒരു ROBയുടെ പണിയെടുക്കണോണ്ട്
ട്രാഫിക്കിൽ പെട്ടിങ്ങനെ മെല്ലെയാണ് പോകുന്നത്. ഏകദേശം ഒരു 300 മീറ്ററോളം. അതേപോലെ കുളപ്പുറം മുതൽ കൂരിയാട് വരെ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നല്ല രീതിയിലുള്ള ഗതാഗത കുരുക്കിൽ പെട്ടിട്ടാണ് കോട്ടക്കൽ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോകുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഗതാഗത കുരുക്ക് ലൈനോട് എത്തിക്കണ നിങ്ങൾ വരി നമ്മളെ കുളപ്പുറത്ത് എത്തിക്കണം. ഈ വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ, ക്രോസ് ചെയ്ത് പോകുന്ന വാഹനങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള ബ്ലോക്കാണ്. പിന്നെ അതേപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള ആ ഒരു ബ്ലോക്കും ഉണ്ട്. പിന്നെ ഈ ഒരു റോഡുമേക്ക് പോകുമ്പോൾ അതിനത്രയും ബ്ലോക്കില്ല, ചെറിയൊരു ബ്ലോക്ക് മാത്രമാണ് ഈ ഒരു പാക്കടപ്പുറ ഭാഗത്തേക്ക് പോകുന്ന റോഡ്. ആ ഒരു പാടത്ത് കൂടെയുള്ള റോഡുണ്ടല്ലോ, അതിൻ്റെ ഒരു വല്ലാതെ ബുദ്ധിമുട്ടില്ല. പക്ഷേ മലപ്പുറം വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അണ്ടർപാസിന് അടിയിലൂടെ ഇങ്ങനെ പോകുമ്പോഴുള്ള ഗതാഗത കുരുക്ക് കുറച്ച് കൂടുതലാണ് ഇപ്പം. ഒന്നാമത് ശബരിമല സീസണാണ്, പിന്നെ വെക്കേഷൻ സമയമായി. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ട് റോട്ടിലൊക്കെ. അതൊക്കെ പോട്ടെ, നമ്മുടെ കൂരാട് പാടത്ത് വയഡക്റ്റിൻ്റെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഞാൻ തന്നെ കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്നുണ്ടാകും. ഏതായാലും പാലത്തിൻ്റെ പണി നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിയർ ക്യാപ്പിൻ്റെ മുകളിൽ ഒരു സൈഡിൽ ഗഡൽ ലോഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നു. 3 സ്പാൻ ഡേയിൽ ഒരു സൈഡിൽ, അതായത് 5-5-5 ഗഡർ ഇൻസ്റ്റാൾ ചെയ്തു. അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെക്ക് സ്ലാബ് അടിക്കുന്ന പണികൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഈ ഒരു കൂരിയാട് ഭാഗത്ത് ഈ ഒരു വയഡക്റ്റിൻ്റെ പണികൾ കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ടോൾ പിരിവ് ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിച്ചത്. ആദ്യം ഈ ഒരു ടോൾ പിരിവ് നമ്മളെ കോഴിക്കോട് ബൈപ്പാസിലൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു. ഏതായാലും ടോൾ പിരിവ് ഉണ്ടാകൂല. ടെൻഡർ നടപടികളൊന്നും ഇതുവരെ ആയിട്ടില്ല. വെട്ടിച്ചിറയിലെ കോഴിക്കോടും കാസർഗോഡ് ജില്ലയിലെ 1ാമത്തെ റീച്ചിലും താൽക്കാലിക ടോൾ പ്ലാസയിലും ടെൻഡർ നടപടികളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഇനി എന്നാണെന്ന് അറിയില്ല, നാഷണൽ ഹൈവേ അതോറിറ്റി തീരുമാനിക്കും എന്നാണ് ടോൾ പിരിവ് തുടങ്ങുക എന്നുള്ളത്. പച്ചപ്പരവതാനി വിരിച്ച നെൽപ്പാടത്തിന് നടുവിലൂടെ പോകുന്ന നമ്മുടെ 6 വരി പാത, എന്താ പച്ചപ്പ് വരും. ഇപ്പോൾ ആണെങ്കിൽ നല്ല തണുപ്പാ, എന്താ ഭംഗിയില്ലേ. ഈ പ്രാവശ്യം കുറച്ച് തണുപ്പ് കൂടിയിരിക്കണം തോന്നുന്നു. ഏതായാലും തണുപ്പുണ്ട്, പക്ഷെ പണി നല്ല ചൂടോടെ നടക്കുന്നുണ്ട് ഇവിടെ ഈ റീച്ചിൽ മാത്രം കേട്ടോ. അപ്പോൾ കൂരിയാടും കുറ്റിപ്പുറം ROB ഈ 2 പണികളായിരുന്നു നമ്മുടെ ദേശീയപാത 66 മലപ്പുറം ജില്ലയിലെ 1ാമത്തെ റീച്ചിലും 2ാമത്തെ റീച്ചിലും ബാക്കി ഉണ്ടായിരുന്നത്. ഏതായാലും കുറ്റിപ്പുറം ROB പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് കൂരിയാടും താമസിയാതെ അല്ല, എന്തായാലും മാർച്ച് ആദ്യത്തോട് കൂടിയിട്ട് നമ്മളിപ്പോൾ കണ്ട ആ ഒരു വയഡക്റ്റ് ഉണ്ടല്ലോ, വയഡക്റ്റിന് മുകളിലൂടെ വാഹനം ഓടാൻ തുടങ്ങും എന്നാണ് KNR കമ്പനിയുടെ ആളുകൾ നമ്മോട് സൂചിപ്പിച്ചത്. അവരെ കൊണ്ട് സാധിക്കും, കാരണം നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂരിയാട് തുറന്നതിന് ശേഷം മാത്രമേ മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ ഓപ്പൺ ആവുകയുള്ളൂ, അല്ലെങ്കിൽ ടോൾ പിരിവ് അതിനുശേഷം മാത്രമേ സ്റ്റാർട്ട് ആവുകയുള്ളൂ. അപ്പോൾ ഇതിന് നമ്മളെ കുറ്റിപ്പുറം ഭാഗത്തെ പണികളും അതേപോലെ വട്ടപ്പാറൻ്റെ ഭാഗത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് പണികളുണ്ടല്ലോ, അതൊക്കെ തീർന്നിട്ട് സംഭവം സെറ്റായിട്ടുണ്ടാകും. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ കുമ്പള ഭാഗത്തും അതേപോലെ കോഴിക്കോട് ബൈപ്പാസിലും ടോൾ പിരിവ് ഉണ്ടാകും. ഏതായാലും അടുത്ത വർഷം ആകുമ്പോഴത്തേന് എന്തായാലും ടോൾ പിരിവ് അടുത്ത വർഷം ആകുന്നറിയില്ല, ആ ഒരു ഇതിലുണ്ടാകും. പക്ഷെ അതിന് കൂടെ തന്നെ മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറയും ടോൾ പിരിവ് ഉണ്ടാകുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. നമ്മളൊക്കെ അങ്ങനെ തന്നെ കരുതിയിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോഴും ടെൻഡർ ഓപ്പൺ ആയിട്ടില്ല. കുമ്പളയിലും അതേപോലെ കോഴിക്കോട് ബൈപ്പാസിലും ടോൾ പിരിവ് ഉടനെ ഉണ്ടാകും. അപ്പോൾ ഏതായാലും ഈ ഒരു വയഡക്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ടോൾ കൊടുത്ത് പോകാം നമുക്ക്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വാച്ച്, സീ യു അഗൈൻ. ജയ് ഹിന്ദ്.